Hi all, welcome to Novi's World. Today I thought to do an informative video. This will be extremely useful for introverts like me. So this is a top demanding skill in job market. So I'm stopping the introduction. I'm going to do a video about English speaking skills. And this is a website. I'm going to introduce a website which is totally free. ഓക്കെ, അപ്പോൾ ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് വീഡിയോ ആയതുകൊണ്ടാണ് ഞാനൊരു ഇംഗ്ലീഷ് ഇൻട്രൊഡക്ഷൻ എടുത്തത്. ഇനി ഞാനിത് പരിചയപ്പെടുത്താം. അതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഫ്ലുവൻസി വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ സംസാരിച്ച് തന്നെ പഠിക്കണം. അപ്പം ഫ്രണ്ട്സിനോട് സംസാരിക്കാം, അങ്ങനെ വേണം പഠിക്കാൻ. അങ്ങനെ ട്രൈ ചെയ്യുന്നവർക്ക് അങ്ങനെ ട്രൈ ചെയ്യാം. ദെൻ അല്ലാണ്ട് ഇനി അത് പറ്റത്തില്ല, നമുക്ക് ഫോൺ വഴി നമുക്ക് സ്വന്തമായിട്ട് മറ്റാരും അറിയാതെ നമുക്ക് പഠിക്കാനാണെങ്കിൽ ഫോൺ എടുത്തിട്ട് ഇപ്പോൾ ഒരുപാട് ആപ്പുകളുണ്ട്. ഈ അൺനോൺ ആയിട്ടുള്ള ആളുകളെ വിളിച്ച് അവരോട് സംസാരിക്കുന്നവരത്. ഇപ്പം നമ്മൾ ഇൻട്രോവേർട്ടാണെങ്കിൽ അത് പറ്റത്തില്ല, അറിയുന്നവരോട് സംസാരിക്കാൻ പറ്റുന്നില്ല, പിന്നെ അറിയാത്തവരോട് സംസാരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോഴത്തെ അവിടെയാണ് ഈ വെർച്വൽ അസിസ്റ്റൻറ്റിൻ്റെ റോള് വരുന്നത്. അപ്പോൾ അങ്ങനെയും കുറേ ആപ്പുകൾ അവൈലബിൾ ആയിട്ടുണ്ട്, പക്ഷേ അതൊക്കെ പെയ്ഡാണ്. അപ്പോൾ ഫ്രീ ആയിട്ടുള്ള ഒരെണ്ണം ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ഇങ്ങനെ കണ്ടു, ഞാനിപ്പോൾ അത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടെ പറഞ്ഞു തരാമെന്ന് കരുതിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ റിസർച്ച് പ്രോജക്റ്റായ സാൻഡി എന്ന വെർച്വൽ അസിസ്റ്റൻറ്റിൻ്റെ അതാണ് ഞാനിവിടെ പറയുന്നത്. കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും, അറിയാത്തവർ കാണും. അപ്പോൾ അറിയുന്നവർ നിങ്ങൾ അറിഞ്ഞുകൂടാത്ത പുതിയ അപ്ഡേറ്റ്സിനെ കുറിച്ച് കാണുക, അറിയാത്തവർ ഇത് കണ്ട് ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്കിൽസ് നിങ്ങളും പഠിച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. സൈറ്റിൽ കയറുമ്പോൾ നിങ്ങൾ ഫേക്ക് പ്രൊഫൈലിൽ കയറാതെ ശ്രദ്ധിക്കുക. താണ്ട് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഫേക്ക് പ്രൊഫൈലിൽ നിങ്ങൾ എത്തത്തില്ല, അത് നിങ്ങൾക്ക് കാണിക്കത്ത പോലുമില്ല. അപ്പം നമ്മൾ നോക്കുമ്പോൾ ആദ്യം വരുന്ന റൈറ്റ് ആൻഡ് ഇംപ്രൂവ് ഇതെന്ന് പറയുന്ന ഇതിൻ്റെ ഒരു പഴയ വെർഷനാണ്. അപ്പം ഇതും അതിനാണ്, പക്ഷെ നമുക്കിവിടെ വേറെ ലിങ്ക് കിട്ടും, അതുവഴി കയറാനാണ് താണ്ട് ക്രിയേറ്റിംഗ് എ പ്രൊഫൈൽ അതെടുക്കുന്നത്. സോ ഇവിടെ നമുക്ക് ലിങ്ക് കാണാൻ പറ്റും, speakandimprove.com. എനിക്ക് പ്രൊഫൈൽ ഉള്ളതുകൊണ്ട് ഞാൻ അതിൽ കയറാണ്. നിങ്ങൾക്ക് പ്രൊഫൈൽ ഇല്ലാത്തത് കൊണ്ട് താഴെ ഡീറ്റെയിൽസ് കൊടുത്ത് സൈനപ്പ് ചെയ്യാൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ speakandimprove.com. ഓക്കെ, കണ്ടോ, കേംബ്രിഡ്ജ് ഇംഗ്ലീഷ് എന്ന് കാണും, സ്പീക്ക് &ഇംപ്രൂവ് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഒറിജിനൽ സൈറ്റ് തന്നെയാണെന്ന്. സോ ഇറ്റ്സ് ഫ്രീ. ഇംപ്രൂവ് യുവർ ഇംഗ്ലീഷ് സ്പീക്കിംഗ് വിത്ത് സ്പീക്ക് ആൻഡ് ഇംപ്രൂവ്. ഓക്കെ, ഞാൻ സൈൻ ഇൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്രാക്ടീസ് ഓഫ് സ്പീക്കിംഗ് സ്കില്ലാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇതിൽ നമുക്ക് ഡിഫറൻ്റ് ആയിട്ട് 7 സെഷൻസ് പ്രത്യേകം കാണാൻ പറ്റുന്നുണ്ട്. സോ ഞാനിത് ഓൾറെഡി യൂസ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞല്ലോ, ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് നല്ല സ്പീക്ക് ചെയ്യാൻ, അങ്ങനെ സംസാരിക്കാനുള്ളൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയാൽ നല്ല റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ ആദ്യത്തെ നമുക്ക് നോക്കാം. ഞാനിത് ഓൾറെഡി അറ്റംപ്റ്റ് ചെയ്തതാണ്, അതാണ് ഇവിടെ B2 എന്ന് കാണിക്കുന്നത്. ഇത് ഈ സ്കെയിൽ അനുസരിച്ചിട്ട് A1, B1, B2, C1, C2 ആണ് ഏറ്റവും ടോപ്പ് റാങ്ക് വരുന്നത്. ബട്ട് അതൊക്കെ അതിന് താഴെ വരുന്നത്. സോ നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് ഓരോ തവണയും റെക്കോർഡ് ചെയ്ത് നമ്മളത് കേട്ട് മനസ്സിലാക്കുമ്പം നമ്മൾ കേട്ട് മനസ്സിലാക്കണം നമുക്ക് എന്താണ് കുറവ്. സോ അതനുസരിച്ച് നമ്മൾ ഒന്നുകൂടെ റെക്കോർഡ് ചെയ്യുമ്പോൾ സ്കോർ ഇമ്പ്രൂവ് ആവുന്നതായിരിക്കും. അപ്പം ഞാൻ അതൊന്നുകൂടെ ഒന്ന് ഓപ്പൺ ആക്കിയാണ്. ഓക്കെ, ഇനി ഞാൻ ഈ റീഡ് അലൗഡ് ട്രൈ ചെയ്യണം. സോ ഐ എം ഗോയിങ് ടു ട്രൈ റീഡ് അലൗഡ്. For the first section, I obtained B1 rank. Okay, initially I got A1 or A2 something. Now I improved to B1. So I will keep trying to improve to C1 grade. So let's check this one. A sentence is displayed. You can read and then record. Okay. Many shops in the city offer discounts to students. അപ്പോൾ എനിക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പം 2 ഓഡിയോയും കൂടെ പറ്റത്തില്ല. ഇവരെ റെക്കോർഡ് ചെയ്യുന്ന ഓഡിയോയും എൻ്റെ സിസ്റ്റം റെക്കോർഡ് ചെയ്യുന്ന ഓഡിയോയും കൂടെ ക്ലാഷ് ആയിട്ട് ഞാൻ ചെയ്യുന്നത് റെക്കോർഡാകാൻ പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ വോയിസ് റെക്കോർഡാകുമ്പോൾ അതിനകത്ത് റെക്കോർഡ് ആവുന്നില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഇത് ഓപ്പണാക്കി എന്തൊക്കെ ഉണ്ടെന്ന് കാണിച്ചു തരാം. ഗീവ് അഡ്വൈസ് ഓർ മേക്ക് റെക്കമെൻഡേഷൻ, ഞാൻ അതുമൊക്കെ നേരത്തെ പ്രാക്ടീസ് ചെയ്തതാണ്. സോ കണ്ടോ, അവിടെ ഒരു വിഷ്വൽ ഇൻഫോർമേഷൻ തന്നിട്ടുണ്ട്, അതേക്കുറിച്ച് 60 സെക്കൻഡ് സംസാരിക്കുക. ഒരൊറ്റ ആക്ടിവിറ്റിയാണ് അതിനകത്ത് വരുന്നത്. ഓക്കെ,
ഞാനിപ്പോൾ ഇത് റെക്കോർഡ് ചെയ്താൽ സിസ്റ്റത്തിൽ ഇതാ റെക്കോർഡ് ആവുന്നില്ല. അത് ഇങ്ങനെ ഉപയോഗിക്കുന്നതുകൊണ്ടാണ്, അല്ലാതെ പ്രശ്നമുള്ളതുകൊണ്ടല്ല. സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ടാണ് പറ്റാത്തത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് റെക്കോർഡ് ചെയ്ത് നോക്കാം. Answer questions about a topic. So ഓക്കെ, ഇത് കണ്ടോ. ഇപ്പോൾ ഹെൽത്തി ലൈഫ് സ്റ്റൈലിലുള്ള പല കാര്യങ്ങൾ, അതിൻ്റെ പല ഫാക്ടേഴ്സ്, അതിലുള്ള നമ്മുടെ അഭിപ്രായം രേഖപ്പെടുത്താനാണ്. സോ ഇതൊക്കെ നല്ല ആക്ടിവിറ്റി എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ നമുക്ക് നല്ലോണം സംസാരിക്കാൻ പറ്റും ഇതിനകത്തൊക്കെ. സംതിങ് പേഴ്സണൽ. ഓക്കെ, നമ്മൾ വിസിറ്റ് ചെയ്ത ഒരു പ്ലേസിനെ കുറിച്ച് സംസാരിക്കാനാണ്. ഗീവ് യുവർ ഒപ്പീനിയൻ. കണ്ടോ, ഓരോ കോമൺ ടോപ്പിക്കിൽ ഇതൊക്കെ നമുക്ക് ഈസിലി സംസാരിക്കാൻ പറ്റിയതാണ്. സോ ഇതൊക്കെ എടുത്ത് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക, പലതവണ പറഞ്ഞു നോക്കുക. നിങ്ങളുടെ സ്കോർ ഇമ്പ്രൂവ് ആവും. ഇത് യൂറോപ്യൻ ഇതിലാണ് ഈ സ്ട്രക്ചർ വരുന്നത്, ഈ ഗ്രേഡ് വരുന്നത്. ലൈക്ക് ഓക്കെ, ഇത് ഇത്രയൊക്കെ ഉള്ളൂ. പല ആക്ടിവിറ്റീസും നിങ്ങൾ 10 സെക്കൻഡ്, 20 സെക്കൻഡ്, 60 സെക്കൻഡൊക്കെ സംസാരിക്കുക, ഗ്രേഡ് ഇമ്പ്രൂവ് ചെയ്യുക. പ്രാക്ടീസ് ടേക്കിംഗ് എ കംപ്ലീറ്റ് ടെസ്റ്റ്. അത് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഇത് എല്ലാ ആക്ടിവിറ്റിയും ഒന്നിച്ച് വരുന്നത്. ഇപ്പോൾ ഒന്നാമത്തേൽ എടുക്കുമ്പോൾ തന്നെ കണ്ടോ, നമ്മൾ നേരത്തെ ഓരോ ടെസ്റ്റ് ചെയ്തതെല്ലാം ഇവിടെ ഒരെണ്ണത്തിൽ തന്നെ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഉണ്ട്. നമ്മളെക്കുറിച്ച് സംസാരിക്കാനുണ്ട്, റീഡിംഗ് ഉണ്ട്, സംതിങ് കോമൺ ടോപ്പിക്ക് സംസാരിക്കാനുണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നല്ലൊരു നമുക്ക് നല്ലൊരു ഇത് തന്നെയാണ് ഇങ്ങനെ വെർച്വൽ AI ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നത്. ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിരുന്നപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്പെടും. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇൻട്രോവേർട്ട് ആയവർക്ക് പ്രത്യേകമായിട്ട് ഉപയോഗപ്പെടുത്തുന്നതാണ്. സോ ഇനിയും ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇതിനു മുന്നേ ഞാനൊരു ഫേസ് പാക്കിൻ്റെ, നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ചെയ്യുന്ന ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് ചെയ്തത്. അത് കാണാത്തവർ കാണണം. അതും നല്ല എഫക്റ്റായിരുന്നു. സോ ഇനിയും ഇതുപോലെ ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പം എൻ്റെ ഈ വീഡിയോ എല്ലാം ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തിക്കുക. അവർക്ക് ഉപകാരമാവട്ടെ. ഇതൊക്കെ പഠിക്കാമല്ലോ, എല്ലാവർക്കും ആവശ്യമുള്ളതല്ലേ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നിങ്ങൾക്ക് അപ്പോഴുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ അപ്പോൾ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.